ഇന്നൊരു ന്യൂസ് കണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരള ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ അന്തരിച്ച മലയാള നടൻ സലീം കുമാർ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് 1 കോടി ചെലവിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ന്യൂസ് കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ പോയിട്ടുള്ള കുറേ ചിന്തകളാണ് കേട്ടോ വെക്കാൻ ആഗ്രഹിക്കാൻ. എന്താ വെച്ചാൽ ഒരു ശിലാപ്രതിമ സ്ഥാപിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അതേ സമയത്ത് സലീം കുമാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് താമസിക്കാൻ ഒരു വീടില്ലാതെ ഉള്ള ആൾക്കാരുണ്ട് ഇല്ലേ, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും വീടില്ലാത്ത ആയിട്ടുള്ള കുറേ മനുഷ്യർ അവിടെ ഉണ്ട്, കുടുംബങ്ങളുണ്ട്, ആരുമില്ലാതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോടി എന്ന് പറയുന്നത് ചെറിയ സംഖ്യ ഒന്നുമല്ല. ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കണമെങ്കിൽ എന്ത് നല്ല കാര്യമായിരിക്കും അല്ലേ. ആ കുടുംബങ്ങൾ ഓർക്കും, കേരളം മൊത്തം എല്ലാ കാലവും സലീം കുമാറിനെയും ഓർക്കും, ഈ ഭരണകൂടത്തിനെയും എന്നും നന്ദിയോടെ സ്നേഹത്തോടെ നമ്മൾ സ്മരിക്കും അല്ലേ. അങ്ങനെ ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജ്, സർക്കാർ ഹോസ്പിറ്റലുകളിലൊക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഏതെങ്കിലും യൂണിറ്റുകളൊക്കെ വർദ്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അത് പൊതുജനങ്ങൾക്കൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ സലീം കുമാറിനെയും ഓർക്കും, അതേപോലെ തന്നെ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് മന്ത്രിസഭനെയും എന്നും നന്ദിയോടെ സ്നേഹത്തോടെ നമ്മൾ ഓർക്കും, എന്നും ജനത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തൂടെ? അല്ലാണ്ടിപ്പോൾ ഒരു പ്രതിമ സ്ഥാപിച്ച് വെച്ചിട്ട് അത് കാക്കക്കും പരുന്തിനും ഒക്കെ വന്നിരുന്ന് തൂറാനുള്ള ഒരു സ്ഥലമായിട്ട് മഞ്ഞും വെയിലും മഴയും കൊണ്ടിട്ട് അത് നരച്ച് നശിച്ച് ആർക്കും വേണ്ടാതെ കുറേ കാലം കഴിഞ്ഞ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ അതിന് വേണ്ടിയിട്ട് ഒരു ശിലൊക്കെ സ്ഥാപിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലും അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്നുള്ള ചിന്തകളാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം സലീം കുമാർ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടുള്ള, മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഹാസ്യ കലാകാരനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും കൂടി ആവുന്ന സമയത്ത് എല്ലായ്പ്പോഴും മലയാളികളെ എന്നും ഈ സർക്കാരിനെയും ഹൃദയത്തോട് ചേർത്ത് വെക്കും എന്നുള്ളതാണ്.